ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് തല കാണിച്ച് പോകുന്നതേ ഉള്ളൂ. ബാക്കി ഫുൾ ഈ വീഡിയോ കൊണ്ടുപോകുന്നത് എൻ്റെ മഹാനായ ഭർത്താവാണ്. അതായത് ഇതൊരു ഡേ ഇൻ അവർ ലൈഫ് എന്നൊക്കെ പറയാം. ഇത് എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങൾ 3 പേരും, അതായത് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ അമ്പടും മോനും മാത്രമുള്ളൊരു ദിവസമാണ്. അപ്പം എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. റെസ്റ്റിലായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ കെട്ടിയോൻ അന്നത്തെ ഒരു ദിവസം മുഴുവൻ എന്നെയും കുഞ്ഞിനെയും മേയിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളെ നോക്കുന്ന ഒരു ഡേ ആണിത്. പുള്ളി ഇത് സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ആണ്. ഞാനിന്ന് ജോലി ചെയ്യുന്നത് എല്ലാവരും കാണട്ടെ, സ്നേഹനിധിയായ ഭർത്താവ് ഒരു ദിവസം ഭാര്യയും കുഞ്ഞിനെയും നോക്കുന്നത് കാണട്ടെ, എല്ലാവരും കണ്ടു പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ഞാൻ നയിക്കുന്ന ഡേ ഇൻ അവർ ലൈഫാണെന്നൊക്കെ പറഞ്ഞെടുത്ത വീഡിയോ ആണെങ്കിലും അവസാനം വോയിസ് ഓവർ ഞാൻ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. വോയിസ് ഓവർ മാത്രമല്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെ കൊണ്ട് തന്നിട്ട് അവസാനം ഇത് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടതായിട്ട് വന്നു. രാവിലെ എനിക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കണം എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പാവം തന്നെ ചപ്പാത്തി മാവൊന്നും ഇതുവരെ കുഴച്ചിട്ടില്ലാത്ത ആളാണ്. ചപ്പാത്തി പരത്തിയൊക്കെ തരുമായിരുന്നു നേരത്തെ ആണെങ്കിലും, പക്ഷേ ഇതുവരെ ചപ്പാത്തി മാവ് കുഴച്ചിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ പരത്തിയൊക്കെ എടുത്ത് ഇന്ത്യയുടെ മാപ്പും പാകിസ്ഥാൻ്റെ മാപ്പും ഇറാഖിൻ്റെ മാപ്പും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ അതൊക്കെ ഒരു പരുവത്തിലാക്കി വെച്ച് മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. പൊതുവേ കേരളത്തിലെ ഭർത്താക്കന്മാർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒരുവിധം എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. എല്ലാവരും ഭാര്യമാരെ സഹായിക്കാൻ മനസ്സുള്ളത്, സഹായമൊന്നുമല്ലല്ലോ, അവരുടെ ഒരു ഡ്യൂട്ടി തന്നെയല്ലേ ഇത്. ഒരു ഭാര്യയെ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ 2 പേരും ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മാത്രം അത് ഉണ്ടാക്കി മറ്റൊരാൾ അതിനെ സഹായിക്കുന്നു, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, അങ്ങനൊരു പ്രയോഗത്തിൻ്റെ തന്നെ ആവശ്യമില്ലല്ലോ. 2 പേരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം എനിക്ക് വയ്യാത്തത് കൊണ്ട്, എനിക്ക് ചെയ്യാനുള്ള ഇതില്ലാത്തത് കൊണ്ട് പുള്ളി സ്വന്തമായിട്ട് ചെയ്യുന്നു. അല്ലാത്ത സമയത്താണെങ്കിലും ഞങ്ങൾ പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ ജോലി ഷെയർ ചെയ്ത് തന്നെയാണ് ചെയ്യാറ്. അത് ആ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. എനിക്ക് നല്ലൊരു ജോലിഭാരമൊക്കെ ഷെയർ ചെയ്യുന്നൊരു പാർട്ട്ണറിനെയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പലർക്കും കിട്ടാതെ പോകുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഒരു 70% ആൾക്കാരും എല്ലാം ഷെയർ ചെയ്യുന്നവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും ഉണ്ടല്ലോ ബാക്കി ഒരു പെർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ ഭാര്യയാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടത്, ഭർത്താവ് അതിന് മേൽനോട്ടം വയ്ക്കാൻ മാത്രം പാടുള്ളൂ, കഴിക്കേണ്ട സമയത്ത് ഭാര്യ കൊണ്ടുതരണം, ഭാര്യയാണ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടത്, ഭർത്താവ് പുറത്ത് പോയി ജോലി ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ഭൂരിഭാഗം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ ഇങ്ങനെയൊക്കെ ഒരാളെ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇത്രയൊക്കെ മതി. ഇതിൽ കൂടുതൽ പുകഴ്ത്തി കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് ബഹിരാകാശത്തിയല്ലോ. അതന്നല്ല, ഇതിൻ്റെ അഹങ്കാരം ഞാൻ എന്നും കാണേണ്ടി വരും. പിന്നെ ഇതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിച്ചതല്ല എന്ന് പ്രത്യേകം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് ഉണ്ടാക്കിയ മുട്ടക്കറി, ചപ്പാത്തി മുറിക്കണമെങ്കിൽ പിക്കാസ് കൊണ്ടുവരണമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, സ്നേഹത്തോടുണ്ടാക്കി തന്നതല്ലേ. അപ്പോൾ ഞങ്ങളത് 2 പേരും അതിരുന്ന് കഴിച്ചു. അതിന് ശേഷം അടുക്കളയിൽ ഒരു ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് അതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അമ്പുടമോന് കുളിക്കാൻ സമയമായിരുന്നു. അപ്പോൾ അമ്പുടമോന് കുളിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി തന്നു. അമ്പുടമോനെ കുളിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ അതിനെല്ലാം റെഡിയാക്കി തന്നു. ഞാൻ അമ്പുടമോനെ കുളിപ്പിക്കാനായിട്ട് പോയി. അങ്ങനെ അതോടുകൂടി നമ്മുടെ രാവിലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള ക്ലീനിങ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഏതായാലും തുടക്കത്തിൽ എങ്ങനെയാണോ ഇരുന്നത് ആ രീതിയിൽ തിരിച്ചാക്കിയിട്ടുണ്ട് അടുക്കള. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളാണ്. ഉച്ചക്കത്തേക്ക് നമുക്ക് ചോറും കറികളും വേണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടികളിലേക്ക് കിടന്നിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാൻ അറിയുമെന്ന് തോന്നുന്നു. ഏതായാലും കത്തിച്ചിട്ടുണ്ട്, തീ വന്നിട്ടുണ്ട്, അപ്പോൾ അടുപ്പ് കത്തി. എങ്ങനെ കത്തിച്ചു എന്ന് എനിക്കറിയില്ല, കത്തിയിട്ടുണ്ട്. ഞാൻ കത്തിച്ചാൽ പോലും ഇത്ര വൃത്തിയായിട്ട് കത്തത്തില്ലല്ലോ, അറിഞ്ഞൂടാ. എന്തെല്ലാം കത്തിച്ചിട്ടുണ്ട്. അപ്പം തീ കത്തിച്ചതാ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. 2 പേർക്കുള്ള അരി, ഒരാൾക്ക് 1 പ്ലേറ്റ് വെച്ച് 2 പ്ലേറ്റ് ഇടുമോ, ഭാഗ്യം ഇട്ടില്ലെന്ന് തോന്നുന്നു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടത്തോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമണ്ട് ചാഞ്ചാട്. അടുത്തതായിട്ട് സാമ്പാറിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൻ്റെ എല്ലാം പുറകിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഞാൻ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ രൂപം മാറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് പോവാതെ ഞാനും അമ്പുട് മോനും അവിടെ തന്നെ ഇരിപ്പുണ്ട് ഒരു കസേരയിട്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ദുഷ്ടൻ. അത് കണ്ടു കഴിഞ്ഞാൽ ഈ വില കിട്ടില്ലല്ലോ. എല്ലാം സ്വന്തമായിട്ട് ചെയ്തു എന്ന് വേണമല്ലോ കാണുന്നവർ വിചാരിക്കാൻ. അതുകൊണ്ട് എന്നെ കാണിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ നിൽപ്പുണ്ട് എന്നുള്ള വിവരം ഞാനിവിടെ സസന്തോഷം അറിയിച്ചു കൊള്ളുന്നു. ഈ വലിയ രഹസ്യം പുറം ലോകം അറിയാതിരിക്കണമായിരുന്നെങ്കിൽ താങ്കൾ തന്നെ വോയിസ് ഓവർ കൊടുക്കണമായിരുന്നു. എൻ്റെ കൈ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഈ സത്യം പറയാതിരിക്കുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ അഖിൽപിച്ചു? അങ്ങനെ നമ്മുടെ സാമ്പാറിലേക്ക് ഉപ്പും മഞ്ഞളും ചേർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നാളെ കുക്കർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബം മുഴുവൻ സമാധിയായ വിവരം പത്രത്തിൽ കൂടെ നിങ്ങൾ അറിയേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ അടുപ്പത്ത് കയറിയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താ ഐറ്റം? ക്യാബേജ്. അപ്പോൾ ക്യാബേജ് തോരനുള്ള പരിപാടിയാണ്. ക്യാബേജ് തോരൻ ഞാൻ കഴിക്കത്തില്ല, പിന്നെ തന്നെ ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട് കഴിക്കാനായിരിക്കും. ഉണ്ടാക്കട്ടെ, കഴിക്കട്ടെ, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. തട്ടിപ്പോയില്ലെങ്കിൽ പിറ്റേ ദിവസം കാണാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. ഉണ്ടാക്കുന്നതൊക്കെ വലിയ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ കാര്യം പറയാൻ പറ്റത്തില്ല, പിന്നെ അതിൻ്റെ അഹങ്കാരമായിരിക്കും. പിന്നെ എപ്പോൾ അടുക്കള കറിയാലും അതിൻ്റെ പട്ടിഷോ ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കത്തില്ല, എന്തുണ്ടാക്കിയാലും ഞാൻ അംഗീകരിക്കത്തില്ല. അപ്പോൾ വിജയകരമായിട്ട് സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കി അരിയൊക്കെ ഇട്ടു. പക്ഷേ ക്യാബേജ് തോരൻ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് വിട്ടേക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിനായിരുന്നു, എനിക്കൊന്ന് പനിയായിരുന്നു. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അതാണ് ഞാൻ മറന്നുപോയത്. അപ്പോൾ അന്ന് എനിക്ക് പനിയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്കൊന്ന് വന്നതാണ്. നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ തന്നെയാണ് വന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് നേരെ ഉച്ചയായപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ സ്നേഹനിധിയായ കിട്ടിയുണ്ടാക്കിയ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ 4 മണിക്ക് നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാവം കഷ്ടപ്പെട്ട് ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ബാക്കി നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഞാൻ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിന് ഏത്തക്കാപ്പത്തിൻ്റെ കളർ രൂപം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കഴിച്ചു. അപ്പോൾ അന്നത്തെ ഒരു ഡേ ഇത്രയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ വേറെ വഴിയായിട്ട് കാണാം. ബൈ.